സംസ്കരിച്ചെടുക്കാനുള്ള, അതോടൊപ്പം അതിനെ ഒരു സാമൂഹ്യ തലം, ഉദാഹരണം പറഞ്ഞാൽ ഇത് തന്നെ വിശകലനം ചെയ്താൽ, പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ തന്നെ വ്യവസ്ഥ വെച്ചു. 5 നേരത്തെ പ്രാർത്ഥന വ്യവസ്ഥ വെച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഒരു പ്രദേശത്തുള്ള ആളുകൾ അതത് പ്രദേശത്ത് ആരാധനാലയത്തിൽ ഒരുമിച്ച് കൂടണമെന്നാണ്. എന്തിനൊരുമിച്ച് കൂടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ വ്യത്യസ്തമായ പാരമ്പര്യമായി രൂപപ്പെട്ടു വന്നിട്ടുള്ള കുറെ ജാതി ചിന്തകളും വർണ്ണ-വർഗ വിവേചന ചിന്തകളൊക്കെ ഉണ്ടാവും. പക്ഷെ ദൈവം ഒന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും ഒന്നാണെന്ന സംഗതി പ്രഖ്യാപിച്ചാൽ പോരാ, അത് പ്രയോഗിക്കണം. അതുകൊണ്ട് ആരാധനാലയത്തിലേക്ക് ഇങ്ങോട്ട് ഒരുമിച്ച് വരണം. വന്ന് ആദ്യം നിൽക്കുന്നത് കറുത്തവനാണെങ്കിൽ, കറുത്തിരണ്ട കാറ്റിയെപ്പോലുള്ള ഒരുത്തനാണെങ്കിലും അവൻ നിൽക്കേണ്ടത് ഏറ്റവും മുമ്പിൽ. അതിനുശേഷം വരുന്നവരൊക്കെ തോളോട് തോൾ ചേർന്ന് ഇങ്ങനെ നിൽക്കണമെന്ന്. അതിനുശേഷമാണ് പ്രധാനമന്ത്രി വരുന്നതെങ്കിലും നിൽക്കേണ്ടത് മുമ്പിൽ നിൽക്കുന്ന കറുത്തവന്റെ തൊട്ട് പിന്നിലായിരിക്കണം. മാത്രമല്ല ദൈവത്തിന്റെ മുമ്പിൽ ശിരസ് നമിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ തല പിന്നെ വരുന്നത് ഈ മുമ്പിൽ നിൽക്കുന്ന കാക്കിയെപ്പോലെ കറുത്തിരണ്ട കറുത്തവന്റെ കാലിന്റെ ചുവട്ടിലായിരിക്കും. അവന്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ സന്നദ്ധനല്ലെന്ന് പറയുന്നുവെങ്കിൽ അങ്ങനെ പറയുന്നവന്റെ സ്ഥാനം പുറത്താണ്. അഥവാ മനുഷ്യത്വത്തെ അംഗീകരിക്കുന്നവർക്കേ അംഗീകാരമുള്ളൂ. അതിനർത്ഥം തികച്ചും ആത്മീയമാണെങ്കിലും സാമൂഹ്യ വിപ്ലവം കൂടെ ഇതിലൂടെ നടക്കുന്നു. ഇങ്ങനെ എല്ലാ തലത്തിലും ഇത് നമുക്ക് കാണുവാൻ പറ്റും. ഇതൊരു സാമൂഹ്യ തലമാണ് ഞാൻ സൂചിപ്പിച്ചത്. കൃത്യമായ ഒരു സാമ്പത്തിക വീക്ഷണം അതിനുണ്ട്. ആ സാമ്പത്തിക വീക്ഷണത്തെ ഈ കാലഘട്ടത്തിൽ വളരെ നന്നായി നമ്മൾ വിശകലനം ചെയ്യേണ്ടതാണ്. അതിന് ഉദാഹരണത്തിലൂടെ സൂചിപ്പിച്ചാൽ നമുക്കറിയാം, ഇന്ന് മനുഷ്യ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ. ദാരിദ്ര്യം, കഷ്ടപ്പാടുകളും പിന്നെ പട്ടിണി മരണങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ മനുഷ്യരല്ലാത്ത എത്ര ജീവജാലങ്ങളുണ്ട് കാട്ടിലും കടലിലുമൊക്കെ ഇല്ലേ. കാട്ടിലും കടലിലുമൊക്കെ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. അവിടെ പക്ഷേ മനുഷ്യർക്കിടയിലുള്ള ഈ ദാരിദ്ര്യമില്ല. കാട്ടിലും കടലിലുമില്ലാത്ത ദാരിദ്ര്യം നാട്ടിലുണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന് പരിശോധിക്കേണ്ടതില്ലേ? പക്ഷിമൃഗാദികൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പക്ഷെ എന്നിട്ടും അവയ്ക്കിടയിൽ ദാരിദ്ര്യമില്ല. മനുഷ്യൻ പക്ഷെ വിതയ്ക്കുന്നു, കൊയ്യുന്നു, എന്നിട്ടും അവനിടയിൽ ദാരിദ്ര്യമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇതിനുള്ള കാരണം? കാരണം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ മനുഷ്യനെ തീറ്റിപ്പോറ്റുന്നതിനുള്ള വിഭവങ്ങളുടെ കുറവ് കൊണ്ടല്ല ഇത് സംഭവിക്കുന്നത്. നിലവിലുള്ള വിഭവങ്ങൾ മനുഷ്യൻ അവന്റെ സ്വാർത്ഥപ്രകൃതമനുസരിച്ച് ഏതാനും ചില ആളുകൾ അത് വാരിക്കൂട്ടുന്നു എന്നതാണ് പ്രശ്നം. സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു എന്നതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ പരിഹരിക്കാനുള്ള നിയമങ്ങൾ ദൈവത്തിലൂടെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റു ചരാചരങ്ങൾക്ക് നിയമം പഠിപ്പിച്ചതുപോലെ മനുഷ്യനും നിയമം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റു ചരാചരങ്ങൾ ആ നിയമമാണ് പാലിക്കുന്നത്. അതുകൊണ്ടാണ് കാട്ടിലും കടലിലും ഒന്നും ഈ പ്രശ്നമില്ലാത്തത്. ഉദാഹരണം പറഞ്ഞാൽ കടലിൽ മത്തി പെരുകുന്നത് പോലെ തിമിംഗലം പെരുകുന്നില്ല. കടലിൽ മത്തി പെരുകുന്നത് പോലെ തിമിംഗലം പെരുകിയാൽ എന്താ സംഭവിക്കാമെന്ന് ഊഹിച്ചു നോക്കുക. കടൽ നിറഞ്ഞു കവിയും, കടലിൽ ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷേ തിമിംഗലത്തിന് അറിയില്ലല്ലോ ഈ വിവരം. മത്തിക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവുമില്ല. എങ്കിൽ ഈ കുടുംബാസൂത്രണം ആരാണ് നടത്തിയത്? ആരാണ് ഇവിടെ നിയമം നൽകിയത്? അവിടെ ഒരു നിയമമുണ്ട്. അതിനർത്ഥം അതിന്റെ പിന്നിൽ ഒരു നിയമജ്ഞനുണ്ട്. കാട്ടിൽ നമ്മൾ നോക്കുക, മാന പെരുകും പോലെ ആന പെരുകുന്നില്ല. മുയൽ പെരുകും പോലെ കാട്ടിൽ ആന പെരുകിയാൽ കാടിലെ സന്തുലിതാവസ്ഥ തകരും, അവിടെ ദാരിദ്ര്യം ഉണ്ടാവും. പക്ഷെ ആനയ്ക്കോ മുയലിനോ മാനോ ഇതറിയില്ല. എങ്കിൽ ആരാണ് ഈ കുടുംബാസൂത്രം നടത്തുന്നത്? ആരാണ് ഇവിടെ നിയമം നൽകുന്നത്? അതിനർത്ഥം ദൈവം സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവയ്ക്ക് നിയമവും നൽകിയിട്ടുണ്ട്. മറ്റു ചരാചരങ്ങളൊക്കെ ആ നിയമം പാലിക്കുന്നു എന്നതുകൊണ്ട് അവയ്ക്കിടയിൽ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നു. വിവേകമുണ്ടെന്ന് പറയുന്ന മനുഷ്യർക്കിടയിൽ അവിവേകപൂർവ്വം കാര്യങ്ങൾ പോകുമ്പോൾ വിവേകമില്ലെന്ന് നമ്മൾ പറയുന്ന മറ്റു ജീവജാലങ്ങൾക്കിടയിൽ വിവേകപൂർവ്വം കാര്യങ്ങൾ നടക്കുന്നു. അതിന് കാരണം അവ ദൈവത്തിന്റെ നിയമത്തനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതാണ്. എങ്കിൽ പിന്നെ ആ സൃഷ്ടികളൊക്കെ ദൈവത്തിന്റെ നിയമങ്ങളാണ് അനുസരിക്കുന്നതെങ്കിൽ മനുഷ്യരാകുന്ന നമ്മളും അനുസരിക്കേണ്ടത് ആ ദൈവത്തിന്റെ നിയമങ്ങളല്ലേ? ദൈവം പ്രവാചകന്മാരോട് അറിയിച്ചു, നിങ്ങളും അനുസരിക്കേണ്ടത് എന്റെ നിയമങ്ങൾ തന്നെയാണ്. ആ നിയമങ്ങളാണ് വേദങ്ങളിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരോട് പറഞ്ഞു തന്നത്. അതിന്റെ ഓരോ തലങ്ങളിലുമുള്ള നിയമങ്ങൾ പരിശോധിക്കുക. ദാരിദ്ര്യം എന്ന വിഷയം തന്നെ എടുത്തു നോക്കുക. യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തിന്റെ കാരണം സമ്പത്ത് കുമിഞ്ഞുകൂടുന്നു എന്നതാണ്. അതിന് പറ്റുന്ന വിധത്തിലുള്ള നിയമങ്ങളാണ് ആ മേഖലയിൽ ഇപ്പോൾ നമ്മൾ പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പല പല കാരണങ്ങളിൽ ഒന്ന് പലിശ എന്ന സമ്പ്രദായമാണ്. ഈ സമ്പ്രദായം നിലനിൽക്കുന്നിടത്തോളം കാലം ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ല. ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം സമ്പന്ന രാജ്യങ്ങളിലേക്ക് പലിശ ഇനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പാവപ്പെട്ടവന്റെ അധ്വാനത്തിന്റെ ഒരു വിഹിതം പണക്കാരന്റെ പണപ്പെട്ടിയിലേക്ക് പലിശ ഇനത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇത് നിരന്തരം തുടരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഒരു ഭാഗത്ത് സമ്പത്ത് കുമിഞ്ഞുകൂടും, മറുഭാഗത്ത് ദാരിദ്ര്യം ഉണ്ടാകും. അത് ഇതിന്റെ ഒരു അനന്തരഫലം. അതുകൊണ്ടാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ കെയ്ൻസ് ഒരിക്കൽ പറഞ്ഞത്, പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവരെ ദയാവധത്തിന് വിധേയമാക്കിയാലല്ലാതെ ദാരിദ്ര്യമില്ലാന്ന് ചെയ്യാൻ പറ്റില്ല. പിറ്റ്കോട്ട് പറഞ്ഞത് എക്കണോമിക് എയ്ഡ്സ് എന്നാണ്. സാമ്പത്തിക മേഖലയിലെ എയ്ഡ്സ് വൈറസ് പോലെയാണ് യഥാർത്ഥത്തിൽ
ഈ പറയുന്ന പലിശ എന്ന് പറയുന്നത്. അത് സമ്പത്ത് കുമിഞ്ഞുകൂടാൻ കാരണമായി തീരുന്നൊരു സംഗതിയാണ്. അതുകൊണ്ട് അത് നിലനിൽക്കുന്നിടത്തോളം കാലം, കുറച്ചു മുമ്പ് പത്രത്തിൽ വായിച്ചു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇടുക്കിയിലാണ്. ഏറ്റവും കൂടുതൽ ബ്ലേഡ് കമ്പനികളുള്ളതും അവിടെ തന്നെയാണ്. എന്നുവെച്ചാൽ ഒരുപാട് ദുരന്തങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മഹാ തിന്മയാണ് യഥാർത്ഥത്തിൽ പലിശ. അതിന് വൻ പാപങ്ങളിലാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനം നമുക്ക് കാണുവാൻ പറ്റും. പ്രവാചകൻ തന്നെ ഒരിക്കൽ പറഞ്ഞത്, പലിശയ്ക്ക് അനവധി ഇനങ്ങളുണ്ട്, 70 ഇനങ്ങളുണ്ട്. അതിലേറ്റവും ചെറിയ ഇനവുമായി ബന്ധപ്പെടുന്നത് സ്വന്തം മാതാവിനെ 40 വട്ടം വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. വ്യഭിചാരം നിജമാണ്. മാതാവിന് വ്യഭിചാരം ഏറ്റവും നിജമാണ്. പലിശയിൽ ഏറ്റവും ചെറുത് അതിനേക്കാൾ 40 ഇരട്ടിയോളം വലുതാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഒന്നായിട്ട് അതിനെ പഠിപ്പിക്കുകയാണ്. വളരെ അതിനെയാണ് സാധാരണ പണക്കാരൻ പാവപ്പെട്ടവരെ കൊടുക്കുന്ന ഔദ്യോഗിക പണക്കാരന്റെ ദരിദ്രരുടെ അവകാശം അതുപോലെ അവർ അവകാശം അതിന് നിർബന്ധമാക്കി ഒരുപാട് പലിശ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരിലേക്ക് മാത്രം പോകുന്ന ഒന്നാണ്. സക്കാത്ത് എന്ന് പറയുന്നത് നേരെ തിരിച്ച് പണക്കാരിൽ നിന്ന് പാവപ്പെട്ടവനിലേക്ക് മാത്രം വരുന്നതാണ്. അതിനെ നിർബന്ധമാക്കുകയും മറ്റതിനെ നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. ആ ഒരു സംവിധാനത്തെ ഒരു സമൂഹം ഏറ്റെടുത്തപ്പോൾ അവിടെ ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യപ്പെടുന്നു. അല്ലെ, ഖലീഫ ഉമറിനെ പോലുള്ള, ഉമർ അബ്ദുൽ അബ്ദുൽ അസീസിനെ പോലുള്ളവരുടെ കാലഘട്ടത്തിൽ സക്കാത്ത് വിതരണത്തിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ പോകുമ്പോൾ ആ സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ വീണ്ടും ആ സക്കാത്ത് പൊതുഖജനാവിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ്. ദാരിദ്ര്യം അവിടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ദൈവം നിയമം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യന് വേണ്ട നിയമങ്ങൾ ദൈവം പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തി, സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ മുഴുവൻ മേഖലകളിലും. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാർ മനുഷ്യരോട് യഥാർത്ഥത്തിൽ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത് മതം പഠിപ്പിക്കാനല്ല അവർ വന്നത്. അവർ ഈ ഭൂമിയിൽ മനുഷ്യൻ പാലിക്കേണ്ട മര്യാദകൾ, ജീവിതം എങ്ങനെ ആവണമെന്ന് പഠിപ്പിക്കാൻ വന്നവരാണ്. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വേണ്ട നിയമങ്ങൾ പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ടു. അതെല്ലാം മനുഷ്യൻ പാലിച്ച് ഈ ഭൂമിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇഹപര മോക്ഷം ഈ ലോകത്തും പരലോകത്തുമുള്ള മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലുമുള്ള രക്ഷയ്ക്കാണത്രേ അത് പഠിപ്പിച്ചത്. ഈ ലോകത്തുള്ള രക്ഷ മാത്രമല്ല, മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന്. ആ ജീവിതത്തിലും അവന് രക്ഷപ്പെടണമെങ്കിൽ ഈ ലോകത്ത് മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണമെന്നാണ്. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾക്ക് അത് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മളിങ്ങനെ വിശകലനം ചെയ്താൽ ബോധ്യപ്പെടുക, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടുകയും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്ത ഒരു വിശ്വാസമാണ് മരിച്ചു കഴിഞ്ഞാൽ ഒരു ജീവിതമുണ്ട് എന്ന വിശ്വാസം. പക്ഷെ അങ്ങനെ ഒരു ജീവിതമുണ്ടെന്ന് പറഞ്ഞത് വെറുതെ അങ്ങോട്ട് പറയല്ല ചെയ്തത്. ആദ്യം അതിന്റെ സാധ്യതയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്തുകൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിക്കൂടാ? കാരണം നമ്മൾ കാര്യങ്ങളൊന്ന് വിശകലനം ചെയ്ത് നോക്കുക, ജീവിതം വെച്ചുകൊണ്ട് തന്നെ. ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞ് ഈ അവതരണം ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതം കൂടി ഉണ്ട് എന്ന തലം വെച്ചുകൊണ്ട് ജീവിതത്തെ നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അതിൽ 1-ാം ഘട്ടം എന്ന് പറയുന്നത് മാതാവിന്റെ ഗർഭാശയത്തിലുള്ള 10 മാസക്കാലത്തെ ജീവിതമാണ്. 2-ാം ഘട്ടം എന്ന് പറയുന്നത് ഇപ്പോൾ വർത്തമാനകാല ജീവിതമാണ്. 3-ാം ഘട്ടം എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്ന ജീവിതമാണ്. ഇതിൽ 1-ാം ഘട്ടത്തെ നമുക്ക് ഓർമ്മയില്ല, ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് ഓർമ്മയുള്ളൂ. 3-ാം ഘട്ടത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ, അവ്യക്തതകളുണ്ട് ആ വിഷയത്തിലും. ഇതുണ്ടെന്ന് പറയുന്നു, പക്ഷെ അവ്യക്തതയുണ്ട് നമുക്ക്. പക്ഷെ 1-ാം ഘട്ടത്തെ തന്നെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു 2-ാം ഘട്ട ജീവിതത്തിനുള്ള എല്ലാ ന്യായങ്ങളും തെളിവുകളും 1-ാം ഘട്ടത്തിൽ തന്നെ കാണാൻ കഴിയും. ഒരു 3-ാം ഘട്ടത്തിനുള്ള എല്ലാ ന്യായങ്ങളും തെളിവുകളും ഈ 2-ാം ഘട്ടത്തിൽ നോക്കിയാലും കാണാൻ കഴിയും. മനുഷ്യന്റെ ഒരു പ്രകൃതമാണെന്ന് കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താമെന്നതും ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താമെന്നും മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ കാര്യത്തിൽ നിന്ന് കാരണം കണ്ടെത്താം എന്ന തലത്തിൽ നിന്നാണ് സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിനെ കണ്ടെത്തിയത്. ലക്ഷണങ്ങളിൽ നിന്ന് ഫലം കണ്ടെത്താം എന്ന തലത്തിൽ നിന്നുകൊണ്ട് മരണാനന്തര ജീവിതത്തെയും നമുക്ക് കണ്ടെത്താം. ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ 1-ാം ഘട്ടത്തെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. 1-ാം ഘട്ടത്തിലുള്ള ഒരു കുഞ്ഞിന്റെ വളർച്ചയുടെ ലക്ഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ഒരു 2-ാം ഘട്ടത്തെയാണ്. ഉദാഹരണം പറഞ്ഞാൽ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു കുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ
കണ്ണുകൾ രൂപപ്പെടുകയാണ്. എന്തിനു വേണ്ടിയാണ് കണ്ണുകൾ ഉണ്ടാവുന്നത്? കാണാൻ വേണ്ടി. ഇത് ഗർഭാശയത്തിൽ കാണാൻ വേണ്ടിയല്ല, പുറത്തിറങ്ങി കാണാൻ വേണ്ടിയ കണ്ണുകൾ ഉണ്ടാവും. അപ്പൊ കണ്ണുകൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം പൂർത്തിയാവണമെങ്കിൽ എന്ത് വേണം? ഗർഭാശയം എന്ന ലോകത്തിൽ നിന്ന് ഭൂമി എന്ന